ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. തവനൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ KT ജലീലിന് അപരനായി SDPI സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശം. SDPI തവനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് PK ജലീലാണ് മത്സര രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് നിയോജക മണ്ഡലം വരണാധികാരിയായ തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കരയ്ക്ക് മുന്നിൽ ജലീൽ പത്രിക സമർപ്പിച്ചു. ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയും മണ്ഡലത്തിലെ വികസന മുരടിപ്പും ആയുധമാക്കിയാണ് എടപ്പാൾ സ്വദേശിയായ ജലീൽ ജനവിധി തേടുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ആദിൽ മംഗലം, വൈസ് ചെയർമാൻ സൈനുദ്ദീൻ, മരക്കാർ ഹാജി, കബീർ നല്ലകര, റസാഖ് കാലടി, അൻസാർ മൂതൂർ, അയാസ് കൈമലശ്ശേരി എന്നിവരോടൊപ്പം എത്തിയാണ് ജലീൽ പത്രിക നൽകിയത്. ഇടതുമുന്നണി സ്വതന്ത്രനായാണ് ഡോക്ടർ KT ജലീൽ തവനൂരിൽ മത്സരിക്കുന്നത്. ജലീലിന് 4ാം അംഗമാണ് ഇത്തവണത്തേത്. കോൺഗ്രസ് DCC പ്രസിഡന്റായ അഡ്വക്കേറ്റ് VS ജോയ് പ്രധാന എതിരാളി. 3 തവണയും ചെങ്കൊടി പാറിയ മണ്ഡലത്തിൽ വെന്നിക്കൊടി പാറിക്കാനുള്ള കനത്ത ശ്രമങ്ങളിലാണ് UDF. നേരത്തെ മണ്ഡലത്തിൽ SDPI മത്സരിക്കില്ലെന്നായിരുന്നു സൂചനകൾ. എന്നാൽ അപരനാകുന്ന വിധത്തിൽ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി KT ജലീലിന് തലവേദനയായി മാറുകയാണ് SDPI. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ പലയിടത്തും SDPI സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്തുകൾക്ക് പുറമെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. ഇത്തവണ കനത്ത മത്സരമായതിനാൽ SDPI പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകും. മുൻ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും SDPI തവനൂരിൽ മത്സരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 1747 വോട്ടുകളായിരുന്നു ലഭിച്ചത്. എഡിറ്റർ ലൈവ്, തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.